ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് കോൺഗ്രസ് ആണ് തുടക്കം കുറിക്കേണ്ടതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസിന്റെ ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ വലിയ പ്രശ്നമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ പ്രാഥമിക ചർച്ച നടത്തിയതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പല നിയോജകമണ്ഡലവും എടുത്തു നോക്കിയാൽ കേരളത്തിൽ വർഗീയതക്കും വിഭാഗീയതക്കും ഒരു സ്ഥാനവും ഇല്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ആരും അത് പറഞ്ഞിട്ട് കാര്യമില്ല. വർഗീയത അതാണ് മനസ്സിലാകുന്നത്. അതിൽ വലിയ പങ്ക് ഞങ്ങൾ വഹിക്കുന്നു. പാണക്കാട് കുടുംബം പരമ്പരാഗതമായി ആ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നു. അതിന് കിട്ടിയ അംഗീകാരമാണ് ഇപ്പോൾ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ്, അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതൊക്കെ അതിൻ്റെ അംഗീകാരമാണ്. അവരിപ്പോൾ ഈ അടുത്ത കാലത്ത് എടുത്ത സ്റ്റാൻഡുകൾ ഒരു ഇടതുപക്ഷത്തിന് യോജിച്ചതല്ലല്ലോ. അവർ പ്രതിനിധീകരിക്കേണ്ടത് കമ്മ്യൂണിസത്തെയാണ്. നമുക്ക് കമ്മ്യൂണിസത്തോട് ആശയപരമായി വിയോജിപ്പുണ്ടാവാം, പക്ഷേ അതിനൊരു സോഷ്യൽ സൈഡുണ്ട്. പക്ഷേ കമ്മ്യൂണലിസത്തിന് അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണലിസത്തിൻ്റെ ഒരു വലയിൽ ചെന്ന് പെട്ടാൽ അത് കേരളം അംഗീകരിക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനിഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് നൗ തങ്ങളുമായിട്ട്, അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലവ് ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനിഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനിഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇടതുപക്ഷത്തിന്റെ കേഡർ വോട്ടുകൾ ഉൾപ്പെടെ UDFന് ലഭിച്ചു. CPIM ഈ അടുത്ത കാലങ്ങളിൽ എടുക്കുന്ന സ്റ്റാൻഡുകൾ ഇടതുപക്ഷത്തിന് യോജിച്ചതല്ലെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. മതേതരത്വം നിലനിൽക്കുന്നതിൽ മുസ്ലിം ലീഗിനുള്ള വലിയ പങ്കിനുള്ള അംഗീകാരമാണ് മുസ്ലിം ലീഗിന് കിട്ടിയ സ്ട്രൈക്ക് റേറ്റും തനിക്ക് കിട്ടിയ ഭൂരിപക്ഷവുമെന്നും അദ്ദേഹം പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.